അതുകൊണ്ട് മുഅ്മിനെ ശ്രദ്ധിക്കണം. പരമാവധി അല്ലാഹുവിലേക്ക് മടങ്ങണം. പരമാവധി അസ്കാറുകൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് റജബിലെ ആദ്യത്തെ 10 ദിവസത്തിൽ ധാരാളമായി ചൊല്ലേണ്ട ദിക്റാണ്. ഒരു 100 തവണയെങ്കിലും ഇത് ചൊല്ലാത്ത ഒരു ദിവസം പോലും റജബിലെ ആദ്യത്തെ 10 നമുക്ക് കഴിഞ്ഞു പോകാൻ പാടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അതിവിശിഷ്ടമായ ഷഹ്റുല്ലാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റജബ് മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളോട് ഏറെ പരിഗണിക്കാൻ നിർദ്ദേശിച്ച മാസങ്ങളിൽപ്പെട്ടതാണ് റജബ് മാസം. ഷഹ്റുല്ലാ എന്ന് പറയലിലൂടെ തന്നെ അതിൻ്റെ മഹത്വവും പരിഗണനയും നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു ആദരിച്ച മാസങ്ങളെയും ദിവസങ്ങളെയും ഒക്കെ ആദരിക്കാൻ ഇലാഹായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. റജബ് മാസത്തെ ആദരിക്കാതെ ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല. റജബ് മാസത്തെ ആദരിക്കാതെ ഒരു നബിയുടെയും ജനത കഴിഞ്ഞു പോയിട്ടില്ല. റജബിന് വലിയ പ്രാധാന്യമുണ്ട്. ഖുറൈശികൾ പോലും, അവരിലെ മുശ്രിക്കീങ്ങൾ പോലും റജബ് മാസത്തെ അങ്ങേയറ്റം ആദരിച്ചിരുന്നു. അതിൻ്റെതായ ചില കാരണങ്ങളുമുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, പരമാവധി ഇൻഷാ അല്ലാഹ് ഈ മാസത്തിൻ്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രതിജ്ഞയെടുക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. റജബ് ഷഹ്റുല്ലാ, ഇലാഹായ റബ്ബിന്റെ മാസമാണ് റജബ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആമിന ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിട്ട് ആദ്യമായി പ്രിയപ്പെട്ട മുഅ്മിനെ അവർ ശാരീരിക ബന്ധം പുലർത്തിയത് റജബ് 1-നാണ്. റജബ് 1-ന്റെ രാവിലാണ്. അതൊരു വെള്ളിയാഴ്ച രാവായിരുന്നു. അതുകൊണ്ട് ആ രാവിന് മഹത്വമുണ്ട്. അതുകൊണ്ട് ആ മാസത്തിന് മഹത്വമുണ്ട്. കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടു എന്നതാണ്. ഹബീബായ നബി തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഭവം ഉണ്ടായി എന്നതാണ് റജബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അള്ളാഹു ആ മാസത്തെ ആദരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ആ മാസത്തെ ആദരിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമിന ബീവിയുടെ ഗർഭാശയത്തിലേക്ക് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നുത്ഫത്ത് എത്തിയത്. അത് റജബ് മാസത്തിന്റെ ആദ്യത്തെ രാവിലാണ്. അതുകൊണ്ട് റജബിന് പ്രത്യേകതയുണ്ട്. ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് മുത്ത് റസൂൽ ഭൂലോകത്തേക്ക് ഭൂജാതനായത് റബീഉൽ അവ്വലിലാണ്. അതുകൊണ്ട് റബീഉൽ അവ്വലിനും പ്രാധാന്യമുണ്ട്. ഇതിന് രണ്ടിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ അമ്പിയാക്കളും അവരുടെ സമുദായവും ഈ റജബിനെ ബഹുമാനിച്ചു, റജബിനെ ആദരിച്ചു. റജബ് എന്നാൽ തന്നെ അതിൻ്റെ അർത്ഥം മഹത്വമുള്ളത് എന്നാണ്, ശ്രേഷ്ഠതയുള്ളത് എന്നാണ്. ഖുറൈശികൾ അവരിൽ പലരും വലിയ അക്രമികളായിരുന്നു. അവര് പലരെയും പല ഘട്ടങ്ങളിലും ആക്രമിക്കുമായിരുന്നു. എന്നാൽ റജബ് മാസത്തിൽ യാതൊരു ആക്രമണത്തിനും അവർ തയ്യാറാവില്ല. പ്രത്യേകിച്ച് മുളർ ഗോത്രം വലിയ ആക്രമികളായിരുന്നു. അവരുടെ നാട്ടിലൂടെ മറ്റൊരാൾക്കും യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം റജബ് മാസത്തിൽ ഹബീബായ നബിയുടെ അടുക്കൽ ചില ആളുകൾ വന്നു. അവര് പറഞ്ഞു, നബിയേ, എല്ലാ മാസത്തിലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
പക്ഷേ റജബിലല്ലാതെ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. കാരണം മുളർ ഗോത്രം പാർക്കുന്ന നാട്ടിലൂടെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയൂ. റജബല്ലാത്ത ഏത് മാസത്തിൽ അതിലൂടെ ആര് യാത്ര ചെയ്തോ അവരെ നശിപ്പിക്കും, കവർച്ച ചെയ്യും, ജീവന് പോലും ഭീഷണിയാണ്. എന്നാൽ റജബിൽ അവര് ആയുധമെടുക്കില്ല. റജബിൽ വന്ന് തിരിച്ചു പോകാൻ നല്ല ആശ്വാസമാണ്. ഇങ്ങനെ അവരെല്ലാം റജബിനെ ആദരിച്ചു. നമ്മളും ആദരിക്കണം, നമ്മളും പരിഗണിക്കണം. ബയ്യൽ സഹീഫതക സൗദാ ഫി റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി ചൊല്ലി മൗലായ ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ശ്രദ്ധിക്ക് സഹോദരാ, ഈ പറയുന്നത് ശ്രദ്ധിക്ക് സഹോദരി. റജബ് വരുമ്പോ ഹൃദയത്തിന് ആശ്വാസമല്ലേ, സമാധാനമല്ലേ, പ്രതീക്ഷയല്ലേ? കാരണം ഇത് കഴിഞ്ഞിന് വരുന്നത് ശഅബാനാ. ശഅബാൻ കഴിഞ്ഞാൽ പിന്നെ റമളാനാ. ഇതെല്ലാം വിശ്വാസികളുടെ ഈമാൻ കൂട്ടാൻ ഏറ്റവും അനുയോജ്യമായ ദിനരാത്രങ്ങളായതുകൊണ്ട് ഈമാനുള്ളവർക്ക് വല്ലാത്തൊരു ആഹ്ലാദമുണ്ടാകും, ആനന്ദമുണ്ടാകും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒന്ന് ഉഷാറായിട്ട് ആമീൻ പറയേ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഈ മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു മജ്ലിസിലാണെന്ന ആ ഒരു ഹുർമത്തോടുകൂടെ തന്നെ ഇരിക്കണം. ഈ പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കയറ്റണം. അതുകൊണ്ടൊരു പ്രത്യേകമായ ഈമാന്റെ ഊർജം നമുക്കുണ്ടാവണം. ഇനിയുള്ള ദിനരാത്രങ്ങളൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമായി കഴിഞ്ഞുകൂടാൻ ഈ പരിപാടി ഒരു കാരണമാകണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനേ മുഅ്മിനേ ശ്രദ്ധിക്ക് മുഅ്മിനേ. ബയ്യൽ സഹീഫതക സൗദാ ഫി റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. شهر حرام أتى من أشهر حرم إذا دعا الله داع فيه لم يخب مولاي طوبى لعبد زكى فيه له عمل فكفى فيه من الفحشاء والزيل مولاي صل وسلم على حبيبك خير ബയ്യൽ സഹീഫതക സൗദാ ഫി റജബി. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ. ബയ്യിൽ നീ വെളുപ്പിക്കണം, ബയ്യിൽ നീ വെളുപ്പിക്കണം. ബയാൽ എന്നാൽ വെള്ള എന്നാണ് അർത്ഥം, വെളുപ്പ്. ബയ്യിൽ നീ വെളുപ്പിക്കണം. സഹീഫതക സൗദാ, നിന്റെ കറുത്തുപോയ ഏടുകളെ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ സഹോദരാ നിന്നിൽ നിന്ന് വന്നുപോയ, സഹോദരി നിന്നിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളില്ലേ, അതെല്ലാം കൃത്യമായി ഒരു ഏടിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അങ്ങനെ തെറ്റുകുറ്റങ്ങളെ കൊണ്ട് നിന്റെ ഏടുകൾ കറുത്തുപോയെങ്കിൽ ഇതായി റജബില്ല കറുത്ത ഏടിനെ നീ വെളുപ്പിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എങ്ങനെയാണ് കറുത്ത ഏടിനെ വെളുപ്പിക്കേണ്ടത്? ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി, ആ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലുള്ള ഇലാഹായ റബ്ബിന് പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലുകളെ കൊണ്ട് ഈ ഏടിനെ വെളുപ്പിക്കാൻ സാധിക്കണം. കാരണം ഇത് ശഹറുൻ ഹറാമുൻ അതാ മിൻ അശ്ഹൂരിൻ ഹറമിൻ ഇദാ ദഅ അല്ലാഹ ദാഇൻ ഫീഹി ലം യഖിബി മൗലായ സ്വല്ലി വസല്ലം.
അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഏതാണ് ഈ മാസമെന്നാ വിചാരിച്ചത്? ഇത് ശഹറുൻ ഹറാമുന്നതാ മിൻ അശ്ഹൂരിൻ ഹറാമിന്. 12 മാസങ്ങളിൽ 4 മാസത്തിന് അല്ലാഹു പ്രത്യേകമായ ഹുർമത്ത് നൽകി. അതിൽപ്പെട്ട മാസമാണ് റജബ്. ഇതിന്റെ പ്രത്യേകത ഇദാ ദഅല്ലാഹ ദാ ഇൻ ഫീഹി ലം യഖിബി. മകമറിഞ്ഞ് മനസ്സറിഞ്ഞ് ഇലാഹായ റബ്ബിനോട് ആര് റജബിൽ ദുആ ചെയ്യുന്നുവോ അവർക്ക് ഇജാബത്ത് സുനിശ്ചിതമാണ്. ദുആഇന്റെ അദബുകൾ പാലിച്ച് നിയമങ്ങൾ ഒപ്പിച്ച് ഇലാഹായ റബ്ബിലേക്ക് സമർപ്പണം നടത്തി കണ്ണീരോടെ റബ്ബിലേക്ക് പ്രാർത്ഥന നടത്തിയാൽ ഇദാ ദഅല്ലാഹ ദാ ഇൻ ഫീഹി ലം യഖിബി. അവർക്ക് ഒരിക്കലും നിരാശരാകേണ്ടി വരില്ല. ഇലാഹായ അല്ലാഹ് ദുആക്ക് ഇജാബത്തുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ളവരിൽ ഈ സാധുക്കളെ ഉൾപ്പെടുത്തണമേ അല്ലാഹ്. ഏതെല്ലാം പ്രതിസന്ധികളുടെ പരിഹാരത്തിനായി, രോഗങ്ങളുടെ ശിഫക്കായി, മുറാദുകൾ ഹാസിലാവാനായി, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനായി പ്രത്യേകിച്ച് അനുഗ്രഹീത മജ്ലിസിൽ ദുആ ചെയ്യാൻ ആരൊക്കെ ഏൽപ്പിച്ചുവോ അല്ലാഹുവേ നിനക്കറിയുമല്ലോ. ആരൊക്കെ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നുവോ അല്ലാഹുവേ നിനക്കറിയുമല്ലോ. നീ റാഹത്തിലാക്കണമേ അല്ലാഹ്. മകളുടെ വീട്ടിലേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രയാസമുണ്ട്. അതൊന്ന് റാഹത്തായി കിട്ടാൻ പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ റാഹത്തിലാക്കണമേ അല്ലാഹ്. ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, സലാമത്ത് നൽകണമേ അല്ലാഹ്. ഞങ്ങളെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ അല്ലാഹുവേ ആ ക്യാൻസറിന്റെ വൈറസ് ഉണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ നീക്കണമേ റബ്ബേ. നീ റാഹത്തിലാക്കണമേ അല്ലാഹ്. അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. കാരണം അല്ലാഹ ഫീ ഹബീബായ നബി തങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹ ദാ ഇൻ ഫീഹി ലം യഖിബി. റജബിലെ പ്രാർത്ഥനയിൽ നിരാശരാകേണ്ടി വരില്ല. പിന്നെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ നമ്മളിൽ കുറെ ചേരുവകൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുണ്ടാകണമെന്ന് മാത്രം. നമ്മൾ ജ്യേഷ്ഠനോട് തെറ്റി നടക്കുകയാണ്, അനുജനോട് തെറ്റി നടക്കുകയാണ്, പെങ്ങളോട് മിണ്ടാറില്ല, ആങ്ങളയോട് മിണ്ടാറില്ല, ഉമ്മയുമായി ദേഷ്യത്തില, ബാപ്പയുമായി ദേഷ്യത്തില. ഇങ്ങനെ കുടുംബത്തിൽ തമ്മിൽ പിണക്കവും പകയും വിദ്വേഷവും ഒക്കെയാ. സ്വന്തം വീട്ടിലുള്ളവരോട് പോലും ഹൃദയത്തിന്റെ ഉള്ളിൽ വെറുപ്പ. അങ്ങനെയാണെങ്കിൽ കൈ നീട്ടിയിട്ട് കൈ കടയാന്നല്ലാതെ ഇജാബത്ത് കിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മളിൽ പലരുടെയും പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ള വിള്ളലാ. ഇത് കേൾക്കുന്ന സഹോദരാ, ഇത് കേൾക്കുന്ന സഹോദരി, റജബാണ്, ശഅബാനാണ്, റമളാനാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്ന ദിനരാത്രങ്ങളാണ്. പക്ഷേ വയൽ കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് കാര്യമില്ല. തഹജ്ജുദിന് ശേഷമാണ് ദുആ ചെയ്യുന്നതെങ്കിലും ഫലമില്ല. കുടുംബ ബന്ധം മുറിച്ചവരിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു കാക്കട്ടെ. എങ്ങാനും അങ്ങനെയൊക്കെയുള്ള വിള്ളലുകൾ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പുണ്യപ്പെട്ട ഈ ദിവസങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടി ആ പ്രശ്നങ്ങളൊക്കെ തീർക്കണം, സന്തോഷത്തിലാവണം, മനസ്സ് ശുദ്ധിയാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ തൂബാലി അബ്ദിൻ സകാ ഫീഹി ലഹു അമലുൻ ഫകഫ ഫീഹി അനിൽ ഫഹ്ശാഇ വസ്സൈഗി. ഇങ്ങനെ ഈ പുണ്യപ്പെട്ട ദിനരാത്രങ്ങളെ
അതിൽ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലി ചെയ്യേണ്ട അമലുകൾ ചെയ്ത് സൗകര്യപ്പെടുന്ന നോമ്പുകൾ എടുത്ത് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നത് പോലെ സ്വതക്കകൾ കൊടുത്ത് ഇലാഹായ റബ്ബിലേക്ക് മടങ്ങാൻ അവസരം കിട്ടിയ അടിമക്ക് സന്തോഷമല്ലോ, ആനന്ദമല്ലോ. തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ അവസരം ലഭിച്ചവർക്ക് ആനന്ദമല്ലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനെ ശ്രദ്ധിക്കണം, പരമാവധി അല്ലാഹുവിലേക്ക് മടങ്ങണം, പരമാവധി അസ്കാറുകൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് റജബിലെ ആദ്യത്തെ 10 ദിവസത്തിൽ ധാരാളമായി ചൊല്ലേണ്ട ദിക്റാണ് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. ഒരു 100 തവണയെങ്കിലും ഇത് ചൊല്ലാത്ത ഒരു ദിവസം പോലും റജബിലെ ആദ്യത്തെ 10 നമുക്ക് കഴിഞ്ഞു പോകാൻ പാടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്താണ് നിങ്ങൾക്കൊരു ഉഷാറില്ലാത്തതൊന്ന് ഉഷാറായിട്ട് ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. റമളാനിലെ ആദ്യത്തെ 10 പ്രത്യേക ദിക്റില്ലേ? ഉണ്ട്. റമളാനിലെ രണ്ടാമത്തെ 10 പ്രത്യേക ദിക്റില്ലേ? ഉണ്ട്. റമളാനിലെ മൂന്നാമത്തെ 10 പ്രത്യേക ദിക്റില്ലേ? ഉണ്ട്. എന്നതുപോലെ മുഅ്മിനെ റജബിലെ ആദ്യത്തെ 10 പ്രത്യേക ദിക്റുണ്ട്, രണ്ടാമത്തെ 10 പ്രത്യേക ദിക്റുണ്ട്, മൂന്നാമത്തെ 10 പ്രത്യേക ദിക്റുണ്ട്. ആദ്യത്തെ 10 ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്: സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. 100 തവണ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.